الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാ നന്മകളും അല്ലാഹുവേ നിന്റെ മഹളായ ഫദ്ല് കൊണ്ട് സാധുക്കളായ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിന്റെ മുന്തിയ മിസ്ലു സവാബ് ഞങ്ങളെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ തിരുഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ, മഹദിമാർ എല്ലാവരുടെയും ഹളറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരാളെയും നീ ഖൈബാക്കി മടക്കല്ലേ അല്ലാഹ്. ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. ദീർഘായുസ് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന കാലമത്രയും നല്ല ഇസ്സത്തോടെ, നല്ല അന്തസ്സോടെ, നല്ല അഭിമാനത്തോടെ ജീവിച്ച് ഖൽബ് ലംഘി ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ അവസാന സമയം നന്നാക്കി തരണേ റഹ്മാനെ. മുഅ്മിനാക്കിയവൻ നീയാണ്, ഈ പരിശുദ്ധമായ ദീനിലൊരു മെമ്പറാക്കിയത് നീയാണ് അല്ലാഹുവേ. ആ ദീനിൽ മെമ്പറായി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മരിക്കണമെന്നത് ഞങ്ങളെ ആഗ്രഹമാണ്. അതിന് വിഘാതമാകുന്ന ഒരു അവസ്ഥയിലേക്കും ഞങ്ങളാരെയും നീ എത്തിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഈമാനെ നീ സലാമത്തിലാക്കണേ റഹ്മാനെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണം. നിനക്കതിന് സാധിക്കുമല്ലോ അല്ലാഹ്. നിനക്കതിന് ഞങ്ങൾക്ക് കഴിവ് തരാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ റബ്ബേ. നിന്റേതാണല്ലോ അല്ലാഹ് തീരുമാനം. നീയാണല്ലോ ഞങ്ങളെ ഈ പരിശുദ്ധമായ ദീനിൽ മെമ്പറാക്കിയത്. നാവ് കൊണ്ട് ഖുർആൻ ഓതിപ്പിച്ചവൻ നീയാണല്ലോ, ദിക്ർ ചൊല്ലിപ്പിച്ചവൻ നീയാണല്ലോ, സ്വലാത്ത് ചൊല്ലിപ്പിച്ചവൻ നീയാണല്ലോ, മഹാന്മാരെ മദ്ഹ് പറയിപ്പിച്ചവൻ നീയാണല്ലോ. ആ റബ്ബായ നിന്നോട് ഞങ്ങൾ ജീവിതത്തിലെ വലിയ ഒരു അഭിലാഷവും ആഗ്രഹവും നിന്നോട് ഞങ്ങൾ താണ് കേണ് ഇരക്കുന്നു അല്ലാഹ്. നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, മുഅ്മിനായിട്ടല്ലാതെ ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കരുതേ അല്ലാഹ്. നിന്നോട് ഞങ്ങൾ കാവല ചോദിക്കുന്നു അല്ലാഹ്. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്, ഒരു ആക്സിഡന്റിലും പെടുത്തല്ല അല്ലാഹ്. ശരീരം നടുറോട്ടിൽ ചിന്നിച്ചു തരുന്ന അവസ്ഥ തരല്ല അല്ലാഹ്. അല്ലാഹുവേ, ശരീരം പെറുക്കിയെടുത്ത് ഒരു കവറിലോ ഒരു കടലാസിലോ എടുത്തു വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കും ഞങ്ങളെ ശരീരത്തെ നീ ആക്കിക്കളയല്ല അല്ലാഹ്. മാരകമായ രോഗം തരല്ലേ അല്ലാഹ്, ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ തരല്ലേ അല്ലാഹ്, ന്യൂമോണിയ തരല്ലേ അല്ലാഹ്, കിഡ്നി മാറ്റി വെക്കേണ്ടി വരുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്. ശരീരത്തിനൊരു മാരകമായ രോഗവും നീ തരല്ലേ അല്ലാഹ്. ഡയാലിസിസിന് വിധേയമാക്കേണ്ടി വരുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. മാരകമായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിന് തുടങ്ങി അല്ലാഹുവേ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും റബ്ബായ നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുന്നു അല്ലാഹ്, കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്, അദബുള്ള മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്.
ഇയാത്തു ഹജ്ജുമാന്റെ മുഴുവൻ മക്കളെയും മക്കളെയും ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകൾ മുഴുവനും അല്ലാഹുവേ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. നല്ല ഡോക്ടർമാരും നല്ല ദീനിനെ സ്നേഹിക്കുന്നവരുമാക്കണേ അല്ലാ. അതിനുവേണ്ടി പഠിക്കുന്നവർക്ക് നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെല്ലാ മക്കളെയും അദബുള്ള മക്കളാക്കണേ അല്ലാ, പൊരുത്തമുള്ള മക്കളാക്കണേ അല്ലാ. ഡ്രഗ്സിന്റെ അടിമത്തത്തിൽ പെട്ടുപോകുന്ന മക്കളെ തൊട്ട് ഞങ്ങളെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സലാമത്തിലാക്കണേ അല്ലാ. അവരെ തൊട്ട് ഞങ്ങളെ തൊട്ട് അവരോ ഒരാളെ മുന്നിലും ഖേദിക്കേണ്ടി വരുന്ന, ദുഃഖിക്കേണ്ടി വരുന്ന, തലതാഴ്ത്തേണ്ടി വരുന്നൊരു ഗതികേട് തരല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ, നല്ല ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, നല്ല അദബുള്ള മക്കളാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമോമിനീങ്ങൾ മുത്തുമോമിനാത്തുകൾ എല്ലാവരുടെ എല്ലാ ഖൈറായ മുറാദുകളും നീ ഹസുലാക്കണേ റഹ്മാനെ. ഇയാത്തു ഹജ്ജുമാന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ വന്നതും ഈ മദനീയ മജ്ലിസ് നടത്തിയതും ഞങ്ങളെ പൊന്നാര ഉമ്മാന്റെ ഖബറിൽ ഒരു സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ, സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിനെ വല്ലാതെ സ്നേഹിച്ചു, വല്ലാതെ ഇഷ്ടം വെച്ചു, വല്ലാതെ മഹബത്ത് വെച്ചു. എല്ലാ ദിവസവും ഈ മജ്ലിസിൽ പങ്കെടുക്കാതെ ഉമ്മാക്ക് ഉറക്ക് വരാത്ത അവസ്ഥ. അല്ലാഹുവേ, അങ്ങനെ മജ്ലിസിൽ പങ്കെടുത്ത് ഞങ്ങളെ കൂടെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഈ അടുത്ത് വന്നപ്പോ ഉമ്മാക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായി, അഹ്ലു ബൈത്തിലേക്ക് സഹായിച്ചു. അല്ലാ, അങ്ങനെ ഞങ്ങളെ മജ്ലിസിനെയും ഞങ്ങളെയും സ്വന്തം മക്കളെ പോലെ കണ്ട ഉമ്മാക്ക് ഈ ഞങ്ങളിവിടെ വന്നതും ഈ മജ്ലിസ് നടത്തിയതും ഖുർആൻ ഓതിയതും ദിക്ർ ചൊല്ലിയതും സ്വലാത്ത് ചൊല്ലിയതും ഹദ്ദാദ് ചൊല്ലിയതും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയതും ഖബറിൽ ഒരു വലിയ നേരം പോക്കാക്കി സന്തോഷത്തിന്റെ കാരണമായി ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉമ്മാന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അവസാനം പിരിയുമ്പോ ഇനി എപ്പോഴാണ് കാണുകയെന്ന് ചോദിച്ചപ്പോ സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് അല്ലാഹുവേ മറുപടി പറഞ്ഞത് ഓർക്കുകയാണ്. അല്ലാഹുവേ, നാളെ സ്വർഗത്തിൽ വെച്ച് ഉമ്മയെയും ഉപ്പയെയും മക്കളെയും മക്കളെയും ഞങ്ങളെ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. നരകത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഉമ്മാന്റെ മക്കളായ ബാവഹാജിക്കും അബ്ദുഹാജിക്കും അതുപോലെ തന്നെ അവരുടെ മറ്റു മക്കളായ ഫാത്തിമ, അതുപോലെ ഖദീജ, ഉമ്മു കൽസും എല്ലാ മക്കൾക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും അവരുടെ മക്കൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ മരുമക്കൾക്കും അവരുടെ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഏർപ്പാടുകളിലും സർവത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളെ ബന്ധം നീ സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ റഹ്മാനെ. ഒരാളെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഉമ്മാന്റെ ഒരു മകൾക്ക് കണ്ണിന് സുഖമില്ല, കാമിലായ ആജിലായ ശിഫായിനെ കൊടുക്കണേ അല്ലാ. നല്ല റാഹത്ത് നീ നൽകണേ അല്ലാ. ബാവഹാജിയുടെ ഭാര്യയുടെ ഉമ്മയും ഉപ്പയും അമ്മോശനും അമ്മായും അതുപോലെ പ്രിയപ്പെട്ട ബാപ്പ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബാക്കവി ഉസ്താദ് അവരുടെ ഖബറും അങ്ങനെ മദനീയം കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ട ഇന്ന് മരണപ്പെട്ടു പോയ അതേ എന്റെ ഭാര്യയുടെ സഹോദരൻ ഹിബത്തുല്ലാഹി ജൗഹരി അവരുടെ ഭാര്യയുടെ ഉപ്പയുടെ അനുജൻ ജ്യേഷ്ഠന് ബഷീർ മൊഗ്രാല് എന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, അവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ എന്ത് സല്ലാത്തുകൾ സംഭവിച്ചു പോയെങ്കിലും എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ സ്വർഗത്തിന്റെ വീടാക്കണേ റബ്ബേ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ.
നാളെ ഞങ്ങൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഓർത്ത് ഖബറിന്റെ അടുത്ത് വന്ന് ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന മക്കളെ ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരകളെ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനേ, നൽകണേ അല്ലാ. മുത്തു റസൂലുള്ളാഹിന്റെ 1500-ാം ജന്മദിനാഘോഷ പരിപാടികൾ വരികയാണ്. വളരെ ഭംഗിയോടെ അതിനെ സ്വീകരിക്കാനും അതിൽ പങ്കെടുക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹ